ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാട്ടിലാണ്. ഈ കാട് വേറെ എവിടെയല്ല, നമ്മുടെ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലാന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ ഇത് ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലുള്ളൊരു കാടാണ്. ശരിക്കും ഇതൊരു കാടല്ലായിരുന്നു കേട്ടോ, ഇതൊരു കമ്പനിയായിരുന്നു കേട്ടോ. ഒരു 1600ഓളം വർക്കേഴ്സ് വർക്ക് ചെയ്തിട്ടൊരു കമ്പനിയായിരുന്നു. ആ കമ്പനി പൂട്ടിപ്പോയപ്പം അങ്ങനെ കാട് പിടിച്ച് പോയതാണ്. കണ്ട ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടോ, ഈ ബിൽഡിങ്ങുകൾ പഴയ കമ്പനിയാണ്, കമ്പനിയുടെ ബിൽഡിങ്ങാണ്. ഇതിനകത്തെല്ലാം നിറയെ മെഷീനറീസ് എല്ലാം ഉപയോഗശീലമായിട്ട് കിടപ്പുണ്ട്. അതായത് ഈ കമ്പനി ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന മെഷീനറീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത ആരെങ്കിലും, അല്ലെങ്കിൽ ഈ കമ്പനിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേറെ എവിടെയല്ല വരുന്നത്, നമ്മുടെ യശ്വന്ത്പൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലോട്ടുള്ള റോഡാണിത്. റോഡ് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലാണിത്. എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 8th മെയിൻ റോഡ് മല്ലേശ്വരമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിനൊക്കെ റൈറ്റ് സൈഡിലൊരു പഴയ ബിൽഡിംഗ് ഉണ്ട്, സെൻറ്ററിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഈ കാറുകളെല്ലാം എന്ന് വെച്ചാൽ പഴയ ആ കമ്പനിയൊക്കെ കാറുകളാണ്. അതെല്ലാം ഈ പ്രശ്നമായതിനു ശേഷം അവർ യൂസ് ചെയ്യാതിട്ടൊന്ന് ചീത്തയായി പോയതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം ഈ സ്ഥലം ഉപയോഗിക്കുന്നത് RTO ആണ് കേട്ടോ. RTO ഈ FC ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ശരിക്കും ഞാനിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് മുമ്പൊരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഈ കാട് അതിനൊക്കെ നല്ല ഓഫ് റോഡ്, അപ്പം കാരണം വെച്ചാൽ ഈ ഓഫ് റോഡൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും ഇത്. ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ്. ഈ കാട്ടിൻ്റെ നടുക്കൂടെ ശരിക്കും ഒരു റോഡ് പോലെ ചെയ്തേക്കുവാണ്. അപ്പോൾ അത് കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. അതാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പം നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇത് നല്ലൊരു കമ്പനിയായിരുന്നു. ഈ കമ്പനിയുടെ പേര് ദി മൈസൂർ ലാംബോർക്സ് എന്നായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ചോദിച്ചറിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് 1993 തുടങ്ങിയ സമയത്ത് ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇത് നഷ്ടം വന്നപ്പോഴത്തേക്ക് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തി. അന്നേരം നഷ്ടം നികത്താനൊന്നും പറ്റില്ല. അപ്പം അത് നഷ്ടം കൂടി വന്നത് കാരണം കൂട്ടിപ്പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും ഇതിൻ്റെ കാരണം ഇതല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞ് കേട്ടതെന്ന് വെച്ചാൽ ഇത് 25 ഏക്കറോളം സ്ഥലം വരും. അപ്പം ഈ 25 ഏക്കർ സ്ഥലം കാട് പിടിച്ചിടക്കണം കേട്ടോ. അതിനങ്ങനെ ഇതിൻ്റെ നടുക്കൊക്കെ നിറയെ സാധനങ്ങൾ ഉപയോഗശീലമായിട്ട് കിടക്കുകയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിൽ തന്നെ ഒരു 25 ഏക്കർ സ്ഥലം കാട് പിടിച്ചിടക്കുക അല്ലെങ്കിൽ ഉപയോഗശീലമായിട്ട് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ 4 ചുറ്റും ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒത്ത നടുക്ക് തന്നെ ശരിക്കും കുറേ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ചിടക്കുക. അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാലും ഇതെന്തായിരിക്കും ഗവൺമെൻറ് പിന്നെ ഇത് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റായിട്ട് യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇതെന്താ എത്ര നാൾ പൂട്ടിയിട്ടേക്കുന്നത്? പിന്നെ ഇത് ശരിക്കും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് എത്ര പേർക്ക് അന്നം കിട്ടിയിരുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ എത്ര പേര് ജീവിച്ചിരുന്ന സ്ഥലമായിരിക്കും, ജോലി ഉണ്ടായിരുന്ന അവരുടെ കുടുംബങ്ങൾ ജീവിച്ച സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ പൂട്ടിക്കിടക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വിഷമങ്ങൾ, അല്ലെങ്കിൽ ഈ എത്ര കുടുംബങ്ങൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ജോലി ഇല്ലാതായപ്പോഴത്തേക്ക് അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ചിന്തിക്കാൻ കൂടി വയ്യ. അതുപോലെ തന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഈ കാട്ടിന് നടുക്കുള്ളൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലെ കാടിനുള്ളിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഉച്ചയ്ക്ക് ശേഷം വരാൻ ആഗ്രഹിക്കുക. കാരണം വെച്ചാൽ രാവിലെയൊക്കെ മോർണിംഗ് ടൈമിലൊക്കെ RTOയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ചിലപ്പോൾ കയറി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലെ കാട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് തിരികെ പോകുന്ന റൂട്ടാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ.